വോട്ടുകൾ നേരത്തെ 58 വോട്ടുകളുടെ വരെ ലീഡിലേക്ക് സി കൃഷ്ണകുമാർ വന്നപ്പോൾ ഇപ്പോൾ 12 വോട്ടുകൾക്ക് 2021 എന്ത് സംഭവിച്ചു അത് ആവർത്തിക്കുകയാണോ പാലക്കാട്? തുടക്ക സമയത്ത് ബിജെപിയുടെ മുന്നേറ്റം പാലക്കാട് അത് കൂടിയും കുറഞ്ഞും ഇരിക്കുകയാണ്. ഇപ്പോൾ 12 വോട്ടുകൾക്ക് ലീഡ്, സി കൃഷ്ണകുമാറിന്റെ ലീഡ് 12ലേക്ക് ആയിരിക്കുകയാണ്. എന്തായാലും വോട്ടിംഗ് മെഷീനുകൾ എണ്ണാനെടുത്തു. അതിൽ നിന്നുള്ള ആദ്യ സൂചനയാണ് വന്നു തുടങ്ങുന്നത് ഇപ്പോൾ. യെസ്, കൃത്യമായ സൂചനകൾ പാലക്കാട് നിന്നും പുറത്തു വരികയാണ്. വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടിംഗ് പുറത്തു വരുമ്പോൾ ബിജെപിയുടെ ലീഡ് 12 കുറയുന്നു. പക്ഷേ അതൊരു സൂചകമായി പൊതുവിൽ പറയുക വയ്യ. കാരണം ഇനിയും മാറാനുണ്ട്. ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ കൃത്യമായ ചിത്രം നമുക്ക് ലഭ്യമാകും. ഒന്നാം റൗണ്ടിൽ കൃത്യമായ ഭൂരിപക്ഷം ബിജെപിക്ക് നിലനിർത്തിയേ പറ്റൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3658 വോട്ടുകൾ നേടിയ ബിജെപിക്ക് ഇത്തവണ എത്ര വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ 1000-ലധികം വോട്ടുകളുടെ ലീഡ് ആദ്യ റൗണ്ടിൽ തന്നെ ബിജെപിക്ക് ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ കഴിയണം. അല്ലെങ്കിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ത് എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ നമുക്കത് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ചിത്രം അങ്ങനെയാണ്. പാലക്കാട് 34 ലീഡ് ഉയർന്നിരിക്കുകയാണ് സി കൃഷ്ണകുമാറിന്റെ. 34 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നു പാലക്കാട്. അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് ഇപ്പോൾ 432, ചേലക്കരയിൽ 65 LDFന്റെ ലീഡ്. അങ്ങനെ സി കൃഷ്ണകുമാറിന്റെ ലീഡ് വീണ്ടും കൂടി 34 വോട്ടുകൾക്കാണ് ലീഡ് ഇപ്പോൾ. യെസ്, കൃഷ്ണകുമാർ അവിടെ ലീഡ് വർദ്ധിപ്പിക്കുകയാണ്. മാറ്റമുണ്ടാകുന്നു, ചാഞ്ചാട്ടമുണ്ടാകുന്നു പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ. ഇനി വേഗത്തിൽ ഫലങ്ങൾ വരും. കാരണം വോട്ടിംഗ് യന്ത്രം എടുത്തു തുടങ്ങി. അതിന്റെ ഫലങ്ങൾ വേഗത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പാലക്കാട് ആദ്യ റൗണ്ടിന്റെ പൊതുചിത്രം ഇതാ പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് ഇതാ ഇപ്പോൾ തന്നെ എത്തും. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. 34 വോട്ടുകൾക്ക് അവിടെ ബിജെപി തന്നെ ലീഡ് ചെയ്യുന്നു. അതേസമയം ചേലക്കരയിൽ ഇടതുമുന്നണി ലീഡ് ഉയർത്തി. 92 വോട്ടുകളിലേക്ക് UR പ്രദീപ് അവിടെ ചേലക്കരയിൽ ലീഡ് ഉയർത്തുന്നു. ചേലക്കരയുടെ ഇടതു കോട്ടയ്ക്ക് മാറ്റമില്ല എന്ന സൂചനയാണോ പുറത്തു വരുന്നത്? ആദ്യ റൗണ്ട് ആയിട്ടില്ല. ഇത് പോസ്റ്റൽ ബാലറ്റുകളാണ് സജിത്ത്. ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങിയിട്ടില്ല. ബൂത്തുകൾ എണ്ണാൻ എടുക്കുമ്പോൾ ലീഡ് നിലയിൽ ഇതിനേക്കാൾ വലിയ മാറ്റം ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ വരികയുള്ളൂ. ഇത് പോസ്റ്റൽ ബാലറ്റുകളാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോഴാണ് 34ന്റെ ലീഡിലേക്ക് സി കൃഷ്ണകുമാർ വരുന്നത്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി കഴിഞ്ഞിട്ടില്ല. 984 പോസ്റ്റൽ ബാലറ്റുകളാണ് അവിടെ ഉള്ളത്, പാലക്കാടുള്ളത്. അതേസമയം 1438 പോസ്റ്റൽ ബാലറ്റുകളാണ് ചേലക്കരയിലുള്ളത്. അവിടെ 92 വോട്ടിന്റെ ലീഡ് LDFനായിട്ടുണ്ട്. പൊതുവെ പോസ്റ്റൽ ബാലറ്റുകളിൽ LDFനാണ് കൂടുതൽ വോട്ടുകൾ കിട്ടാറുള്ളത്. പക്ഷേ പാലക്കാട് സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം അവിടെ ബിജെപിയും കോൺഗ്രസും UDFും തമ്മിലുള്ള ഒരു മത്സരം പ്രധാനമായിട്ട് നടക്കുന്നതിനാൽ തന്നെ അവിടെ ബിജെപിയാണ് പോസ്റ്റൽ ബാലറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 34 വോട്ടുകളുടെ ലീഡ് ഇപ്പോൾ സി കൃഷ്ണകുമാറിനുണ്ട്. യെസ്, അതാണ് ചിത്രം. വേഗത്തിൽ ദേശീയ ചിത്രം പരിശോധിക്കുമ്പോൾ അവിടെ മഹാരാഷ്ട്രയുടെ ഫലങ്ങൾ പുറത്തു വരുന്നു. അവിടെ NDA ബിജെപിക്ക് മുന്നണിക്ക് വലിയ നീക്കം, മഹായുതി അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന സൂചനയാണ് ആദ്യ റൗണ്ടിൽ പുറത്തു വരുന്നത്. എന്തായാലും ദേശീയ തലത്തിലുള്ള ചിത്രവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ മഹാരാഷ്ട്രയുടെ സാഹചര്യം ഇതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം, ബിജെപി ലീഡ് ചെയ്യുന്ന മഹായുതി സഖ്യമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് മഹാവികാസ് അഘാഡിക്ക് അത്രയും സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 11-6 എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ കണക്ക്. ഇപ്പോൾ 2 വോട്ടുകളായിട്ട് സി കൃഷ്ണകുമാറിന്റെ ലീഡ് കുറഞ്ഞിരിക്കുകയാണ്. സി കൃഷ്ണകുമാറിന്റെ ലീഡ് 2 വോട്ടുകളായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റുകളിൽ സി കൃഷ്ണകുമാർ പിന്നോട്ട് പോവുകയാണോ എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ചേലക്കരയിൽ 92 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന UR പ്രദീപാണ്. പാലക്കാട് 2 വോട്ടുകളായിട്ട് 58 വരെ എത്തിയതാണ് ലീഡ് സി കൃഷ്ണകുമാറിന്റെ. അതിപ്പോൾ 2 വോട്ടുകളായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഒരു വലിയ അപ്ഡേറ്റ് ഉണ്ട്. നിങ്ങൾ വീടുകളിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ മറ്റു തൊഴിലിടങ്ങളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് സൈറ്റിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയും ഈ റിസൾട്ട് വേഗത്തിൽ അറിയാം. വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ വരെ ന്യൂസ് എയ്റ്റീൻ ഒരുക്കുന്നു. പ്രേക്ഷകർക്ക് യൂട്യൂബ് സംവിധാനം പരമാവധി ന്യൂസ് എയ്റ്റീൻ പേജുകളിൽ വഴി ഉപയോഗിക്കാം. വേഗത്തിൽ ഫലം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പാലക്കാട് ബിജെപിയുടെ ലീഡ് നില വെറും 2 വോട്ടുകളായി മാറുന്നു. തപാൽ വോട്ടുകളുടെ ചാഞ്ചാട്ടമാണ്. അതാണ് സംഭവിക്കുന്നത്. EVM മെഷീനുകളിലേക്ക് എത്തുകയാണ്. അതേസമയം ചേലക്കരയിലേക്ക് പോകുമ്പോൾ ചേലക്കരയിലെ ലീഡ് നില 92 വോട്ടുകൾക്ക് ഇടതുമുന്നണി മുന്നേറ്റം തുടരുകയാണ്. തപാൽ വോട്ടുകളാണ് പുറത്തു വരുന്നത്. EVM മെഷീന്റെ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തും. വയനാടിന്റെ ചിത്രം നോക്കുമ്പോൾ വയനാട്ടിൽ 397 വോട്ടുകൾക്ക് UDF സി കൃഷ്ണകുമാറിന്റെ ലീഡ് കൂടി. 36 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ ലീഡ്. ചേലക്കരയിൽ 111 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് UR പ്രദീപ് LDF. അങ്ങനെ പാലക്കാട് 36 ബിജെപിയുടെ ലീഡ്. ചേലക്കരയിൽ 111 ലീഡ് നില ഉയർത്തുന്നു ഇടതുമുന്നണി. ചേലക്കരയിൽ 111 ഇടതുമുന്നണി. LDF
UR പ്രദീപ്. പാലക്കാട് 36 വോട്ടുകൾക്ക് അവിടെ BJP തന്നെ ലീഡ് തുടരുന്നു. 36 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ ലീഡ്. പോസ്റ്റൽ ബാലറ്റുകളിൽ മേധാവിത്വം സി കൃഷ്ണകുമാർ BJP. പാലക്കാട് ചേലക്കരയിൽ 111 വോട്ടുകൾക്ക് LDF മുന്നിൽ. വയനാട്ടിൽ 2300 വോട്ടുകൾക്ക് മുന്നിൽ UDFന്റെ പ്രിയങ്ക ഗാന്ധി 2300 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ലീഡിൽ കുതിപ്പ് തുടങ്ങിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. 2300 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. വലിയ